വൈറൽ താരത്തിന്റെ വിവാഹ വിവാദത്തിൽ CPIM നേതാക്കൾക്കെതിരെ തിരുവനന്തപുരം പോക്സോ കോടതിയിൽ നൽകിയ ഹർജിയിൽ മധ്യപ്രദേശ് പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയില്ല. പോലീസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ നേരത്തെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ജൂൺ 20 റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കോടതി വീണ്ടും ഉത്തരവിട്ടു. റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വലിയ വിവാദമായ വിഷയമാണ്, പക്ഷേ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിയില്ലല്ലേ? അസിത, കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിക്കൊടുത്ത MV ഗോവിന്ദൻ, A.A. റഹീം ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഡ്വക്കേറ്റ് നാഗരാജ പോക്സോ കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. തുടർന്ന് മധ്യപ്രദേശ് മഹേശ്വർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹേശ്വർ പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ഇന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കിയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കോടതി വീണ്ടും ഒരു ദിവസം കൂടി അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജൂൺ 20 അടിയന്തരമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നുള്ള ഒരു നോട്ടീസ് കൂടി കൈമാറുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ആ നോട്ടീസ് ലഭിച്ചതിന് ശേഷമായിരിക്കും പോക്സോ കോടതി കേസ് എടുക്കണമോ വേണ്ടയോ എന്ന അടക്കമുള്ള കാര്യത്തിൽ തീരുമാനം ആവുക. ഈ കുട്ടിക്ക് 16 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നും ഈ കുട്ടിക്കെതിരെ പോക്സോ കുറ്റം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വിവാഹം നൽകി ചെയ്തവർക്കെതിരെ പോക്സോ കുറ്റം ചുമത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി പോക്സോ കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അസിത, ശരി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.